ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമായിട്ടാണ്. പച്ചരിയും അവിലും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് റെഡ് അവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇനി വൈറ്റ് അവിലാണുള്ളതെങ്കിൽ അതും എടുക്കാവുന്നതാണ്. ഞാനിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത് വരാം. ഇപ്പോൾ ഇത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഞാനിതിവിടെ അവിലെടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് പച്ചരി ഒരു 4 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിശ്ര വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ നേരത്തെ കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന അവിൽ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൂടി മിശ്ര ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 3/4 ഗ്ലാസ് വെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കണം, ഓവർ ലൂസായി പോകരുത്. ഇനി ഇതൊരു 1 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ 1 അവർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് കണ്ടോ 2 സൈഡ് നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് പുറമേക്ക് നന്നായിട്ട് മൊരിഞ്ഞ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടാപ്പമാണ്. അപ്പോൾ ഇതുപോലെ മറ്റുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പച്ചരിയും കുറച്ച് അവിലൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ളൊരു പലഹാരമാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി നിങ്ങളുടെ കയ്യിൽ അവിലില്ല എന്നുണ്ടെങ്കിൽ ചോറ് ചേർത്തിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് രണ്ടാമത്തെ മുട്ടാപ്പവും അടിപൊളിയായി തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇതും എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. ഇത് കണ്ടോ ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടേ ഇല്ല. ഇതിൻ്റെ പുറമേയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പലഹാരം ഉണ്ടല്ലോ ചിക്കൻ കറിക്കൊപ്പം കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ്. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ്. മാവ് ഓവർ ലൂസായി പോകാൻ പാടില്ല. ഓവർ ലൂസായി പോവുകയാണെങ്കിൽ ഈ ഒരു പലഹാരം നന്നായിട്ട് എണ്ണ കുടിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി മുട്ടാപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.